ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ ഓംലേറ്റിൻ്റെ റെസിപ്പിയാണ്. സവാളയൊന്നും ചേർക്കാതെ എന്നാൽ സവാള ചേർത്തിട്ടുള്ള അതേ ടേസ്റ്റിൽ നമുക്ക് നല്ലൊരു ഓംലേറ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഓംലേറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരമായിട്ട് പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം മല്ലിയില ചോപ്പ് ചെയ്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി സവാളയ്ക്ക് പകരം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളിത്തണ്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതായത് സ്പ്രിംഗ് ഓണിയൻ. ഇപ്പോൾ സ്പ്രിംഗ് ഓണിയനൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരു സമയമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റെസിപ്പി ചെയ്തത്. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഓംലേറ്റ് ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി പൊരിച്ചെടുക്കാൻ വേണ്ട പാന് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് ചുറ്റിച്ചു കൊടുത്ത് പരത്തിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ സ്പ്രിംഗ് ഓണിയന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ അത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കിയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. അപ്പോഴേക്കും ആ ഉള്ളിത്തണ്ടൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നോളും. അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ അതാ ഈ ഒരു ഭാഗമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഉള്ളിത്തണ്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും മതി. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സ്പ്രിംഗ് ഓണിയൻ ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ മുട്ടയിൽ സവാളയൊക്കെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് ചെറുതായിട്ടൊരു കടി ഉണ്ടാവും. അപ്പോൾ ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. മുട്ടയുടെ കൂടെ തന്നെ അതും കൂടെ കഴിച്ചോളും, തീരെ കടിക്കുകയൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ മുട്ടയുടെ കൂടെ തന്നെ അവർക്ക് വെജിറ്റബിളും കൂടെ എത്തിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്